ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കവറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നും ഡ്രസ്സൊക്കെ എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടൈമിൽ കിട്ടുന്ന കവറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സിനെയാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. അതിന് മുൻപ് ആരെങ്കിലും അതേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു അടിയിലത്തെ ഈ ഒരു വശങ്ങളുണ്ടല്ലോ, ആ ഒരു അടിയിലത്തെ ആ ഒരു ഭാഗമാണ് നമ്മൾ പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അടിയിൽ നിന്ന് ഞാൻ ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ രണ്ടറ്റങ്ങളും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലൂടെ നമ്മളൊരു കട്ട് കൊടുത്തിട്ട് ആ ഒരു പീസിനെ 2 പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഓരോരുത്തർക്കും പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അളവ് മാറ്റി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഞാനിത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ എന്ന് പറയുന്നത് 2 സൈഡും ഒട്ടുന്ന സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ അതിൽ നിന്നും ഇതുപോലെ ഒരു കുട്ടി പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് നമ്മൾ അടിവശത്തായിട്ട്, അതായത് ഈ ഒരു കവറിൻ്റെ ആ ഒരു പീസിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പീൽ ചെയ്തു. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ഒട്ടുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഇങ്ങനെ അടിയിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒരു പീസും കൂടെ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാം. ഫെവിക്കോൾ അല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളിൻ്റെ ഗമ്മുണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ ഒട്ടിക്കുന്ന ക്ലോത്തൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗമ്മുണ്ട്. ആ ഒരു ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലത്തെ ആ ഒരു വശങ്ങൾ കൂടി അടിയിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങനെ അത് കൂട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ആ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കാണിക്കുന്നൊന്നുമില്ല, കാരണം ഒന്ന് ചെയ്തതുപോലെ തന്നെയാണ് അടുത്തത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, നമ്മൾ ഒരിത്തിരി മാത്രം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് 4/3 ഭാഗത്ത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഓരോരു ഇതായിട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തേക്ക് എത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് 2 പീസായിട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഫ്ലവറാണ്. അത് മാത്രമല്ല, ഇത് നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടല്ല, അല്ലാതെ നമ്മുടെ അടുത്ത് പഴയ തുണികളൊക്കെ ഉണ്ടാവില്ല, ആ ഒരു തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കവറല്ല, ഈ ഒരു കവർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അവസാനം വരെ നമ്മൾ ഈ ഒരു കട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മുഴുവനാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിത് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്ത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 2 സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ആ ഒരു സ്റ്റിക്കുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തണ്ടിൻ്റെ അല്ലെങ്കിൽ ലീഫിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണല്ലോ, അത് വെച്ചിട്ട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പെയിൻറ്റ് നല്ല ലിക്വിഡ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം കട്ടിയൊന്നും ഇല്ലാത്ത പെയിൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യാതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാൻ ഇതുപോലെ പേപ്പറിലും കാർഡ്ബോർഡിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്യാറുണ്ട്, പെയിൻറ്റ് പെട്ടെന്ന് സ്പ്രെഡായിട്ട് കിട്ടാനും അതേപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് ഒന്നുകൂടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം നമ്മളിത് നേരെ ആ ഒരു സ്റ്റിക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സൈഡിലും ഇതേപോലെ ഒരു സൈഡിലും മുഴുവനായിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ തീരാനായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ആ സ്റ്റിക്കർ തീർന്നു, ഇതോടുകൂടി തീർന്നു കേട്ടോ. അപ്പോൾ ഇതാ മേലത്തെ ആ ഒരു ഭാഗം കൂടെ നമ്മൾ പീൽ ചെയ്തത് കളഞ്ഞു. ഇനി നമുക്കിത് ഈ ഒരു സ്റ്റിക്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണുന്ന ടൈമിൽ മനസ്സിലാവും. ഇതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ താഴ്ത്തി ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ താഴ്ത്തും തോറും അതവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു സ്റ്റിക്കർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു ഒന്ന് വിടർത്തി വെക്കാം കേട്ടോ പൂവിനെ. അപ്പോൾ ഇതാ ഞാൻ മുന്നേ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയൊന്നും എടുത്തില്ല, കാരണം ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെയാണ് അടുത്തതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 3 ഫ്ലവർ നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു പോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളി ലുക്കായിരിക്കും. ഞാനിത് പോട്ടിലൊന്നും ഇട്ട് വെച്ചില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ ഡിഫറെൻറ്റ് കളറിലുള്ള കവറൊക്കെ കിട്ടിയാൽ ഈ ഒരു സംഭവം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലി കസിൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്തായാലും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് വേണ്ടാത്ത പലതും ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.